ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ വഴി കൂടെ ഇങ്ങനെ മൂവ് പോവുക. ഒരു കുഴിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഫ്രണ്ടിലേവരെ കുഴിയുണ്ടോ എന്നുള്ളത് അത് കാര്യങ്ങളോ കുഴിയില്ല, ഒരു കൊടുങ്കുളം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാത്ര മോഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന എക്സ്പൾട്ട് ടൂറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ. ഞാനിപ്പോൾ ഈ വണ്ടി 1000 കിലോമീറ്റർ ഓടിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് സർവീസും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നെഗറ്റീവിൽ നിന്ന് തുടങ്ങിയേക്കാം. അധികം നെഗറ്റീവ്സ് ഒന്നുമില്ല, അത് പെട്ടെന്ന് തീരും. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ ഈ എക്സ്റ്റൻഡർ. ഇത്രയും ഭാഗം ഞാൻ എക്സ്ട്രാ വെച്ചേക്കുന്ന ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് ഈ വണ്ടി മഴയത്തൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഫുള്ള് ചെളി ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ മേത്തേക്കായിരിക്കും. ഈ ഹെഡ്ലൈറ്റും ഈ ഭാഗത്തെല്ലാം ചെളി തെറിക്കും. ഈ എക്സ്റ്റൻഡർ വെച്ചിട്ട് പോലും എനിക്ക് അത്യാവശ്യം, എന്നിട്ടും ഭേദമായി എന്ന് മാത്രമേ ഉള്ളൂ, ചെളിയുണ്ട്. പിന്നെ ഞാൻ ഈ മോളിൽ കാണിക്കാം, വീഡിയോ കൊടുത്തേക്കാം. ഞാൻ ഫസ്റ്റ് ദിവസം വണ്ടി എടുത്തിട്ട് വന്നപ്പം എൻ്റെ മേത്തേക്ക് തെറിച്ച ചെളിയത്. നമ്മളൊന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ചേരിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും ആ ചെളി ഫുള്ള് നമ്മുടെ ടാങ്കും നമ്മുടെ ഈ രണ്ട് സൈഡിലും കാലയിലും ഇരിക്കും. ഫ്രണ്ടിൽ വിൻഷീൽഡർ ഇത്രയും ഉള്ളതുകൊണ്ട് അധികം ചെളി തെറിക്കില്ല, പക്ഷെ രണ്ട് സൈഡ് നന്നായിട്ട് ചെളിയാവും. അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് മഴയത്ത് പുറത്തിറക്കാന്നുണ്ട്, അടിപൊളിയായിരിക്കും. ആ കഴുകിയ കാശ് പോയി കിട്ടും. പിന്നെ ഇനി രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഹെഡ്ലൈറ്റ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു നെഗറ്റീവ് അല്ല, പക്ഷേ വിസിബിലിറ്റി നല്ല കുറവാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ വാങ്ങിച്ച് വെക്കാമെന്നോർത്ത്. പിന്നെ വരുന്ന എനിക്ക് ഫീൽ ചെയ്തൊരു നെഗറ്റീവാണ് ഇതിൻ്റെ എൻജിൻ്റെ ഇവിടെ നിന്നുള്ള ചൂട് കാറ്റ്. അത് അത്യാവശ്യം നമ്മൾക്ക് ടൗണിലൊക്കെ പോയി നിൽക്കുമ്പോഴാണെങ്കിൽ നന്നായിട്ട് ലെഫ്റ്റ് കാലയിൽ നന്നായിട്ട് നമുക്ക് അടിക്കുന്നത് അറിയാൻ പറ്റും. അതാണ് മറ്റൊന്ന്. ഈ 3 കാര്യമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ബ്രേക്ക് എനിക്ക് നമ്മൾ ഈ വെള്ള വരയിലൊക്കെ പോയി ചവിട്ടിക്കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ നെഗറ്റീവ്സ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ഇവൻ്റെ പോസിറ്റീവിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇവൻ്റെ സസ്പെൻഷൻ. ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 200 കിലോമീറ്റർ നമ്മുടെ MC റോഡ് വഴി തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി വഴി, ആവശ്യത്തിന് ചെറിയ ചെറിയ രീതിയിൽ കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കങ്ങനെ സസ്പെൻഷനായിട്ട് എങ്ങനെ ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് എറണാകുളം വരെ ഒന്ന് പോയി. അന്നാണ് എനിക്ക് നമുക്ക് കേരളത്തിലെടുക്കാൻ പറ്റിയ സെറ്റ് വണ്ടി. നമുക്ക് സുഖമായിട്ട് ഈ വണ്ടിയും കൊണ്ട് പോവാം. നമ്മൾ ഓഫ് റോഡൊന്നും പോകുന്നില്ലാത്തവർ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാം. കാരണം നമ്മുടെ റോട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് പോവാം. കാരണം ഞാൻ എറണാകുളത്തിന് പോയപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള കാറ്, ബൈക്ക് എല്ലാവരും ഫ്രണ്ടിലത്തെ നമ്മുടെ സൈഡിലൊരു കുഴി ഉണ്ടെന്നുണ്ട്, റോങ് സൈഡ് കയറി അപ്പുറത്തെ ആടി ബ്ലോക്ക് ഉണ്ടാക്കി. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈനും പിടിച്ച് സുഖമായിട്ട് കുണ്ടും കുഴിയൊക്കെ ചാടി നൈസായിട്ട് അങ്ങ് പോകാം. ഒരു രീതിയിലും അത്യാവശ്യം വലിയ കുഴിയിലൊക്കെ അതിഭീകരമായിട്ടൊക്കെ കൊണ്ട് ചാടിച്ചു കഴിഞ്ഞാലൊക്കെ അറിയുള്ളൂ. അപ്പം നോർമലായിട്ട് നമ്മുടെ റോട്ടിൽ കൂടെ പോകാൻ നമ്മൾ സെറ്റ് വണ്ടിയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഇവൻ്റെ താക്കോല് എങ്ങനെയുണ്ട് ഡിസൈൻ? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൂട്ട് 2 കീ ഉണ്ടാവും നമുക്ക്. അപ്പം വണ്ടി ഓണാക്കുന്നതിന് മുമ്പ് നമുക്ക് ഹാൻഡിൽ ബാർ സ്വിച്ചസ് ഒക്കെ ഒന്ന് കാണാം. അപ്പം റൈറ്റ് സൈഡിൽ വരിക ഹസാർഡ്, അതുപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് സ്വിച്ച്, രണ്ടും ഒരിടത്ത് തന്നെ വരിക. പിന്നെ ഇത് ഇവിടെ വരുന്നത് ഞാൻ എക്സ്ട്രാ വെച്ചാൽ അതപ്പം മറന്നേരെ. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെനു കൺട്രോൾ ചെയ്യാനുള്ള 4 സ്വിച്ചസാണിത്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ, ഇത് ഓണ്, പിന്നെ ഇവിടെയാണ് ഡിമ്മ്, ബ്രൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡിൽസിൽ വരുന്ന മെയിനായിട്ടുള്ള സ്വിച്ചസ്. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി വെൽക്കം ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പം ഈ ഡിസ്പ്ലേ ബ്ലാക്ക് സ്ക്രീനാണ് ഇവിടെ വന്നേക്കുന്നത്. ബ്ലാക്കിൽ വൈറ്റ് ഡിസ്പ്ലേ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കുറച്ച് ഇരുട്ടത്തായതുകൊണ്ടാണ്. ഇത് ഓട്ടോമാറ്റിക് മാറും. ഇവിടെ കുറച്ച് വെട്ടമുള്ള പ്രദേശത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആവും. ഞാനിപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പം വന്ന് മീറ്റർ നമ്മുടെ വെള്ളയായിട്ടുണ്ട്. ഞാൻ ഇനി ഇരുട്ടാവുമ്പോൾ മാറുന്ന നോക്കട്ടെ, ഇരുട്ടാവുമ്പോൾ നോക്കട്ടെ. കണ്ടോ, ഇരുട്ടായി വെള്ളയായി. ഇതാണ് അതിൻ്റെ ഒരു മാറ്റം വരുന്നത്. വീണ്ടും തിരിച്ചു വരും. മെയിനായിട്ട് വരുന്ന വാണിംഗ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ABS ഉണ്ട്. ഇവിടെ സ്റ്റാൻഡ് സിമ്പിളുണ്ട്. സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് പൊക്കും. പിന്നെ എൻജിൻ വാണിംഗ് സ്വിച്ച്, പിന്നെ ഓയില്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, ഫ്യൂവൽ റിസർവ് ആയി കഴിഞ്ഞാൽ അത് കത്തും. പിന്നെ ഇതാണ് നമ്മുടെ
ഫ്യൂൽ ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹീറ്റ്, എൻജിൻ ഹീറ്റിൻ്റെ റേഡിയോ. ഇനി നിങ്ങൾക്കിവിടെ റോഡ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ABS മാറുന്നതനുസരിച്ച് ഇതിവിടെ മാറും. ഇനി ഞാൻ ഇതിൻ്റെ മോഡ് മാറുന്നതനുസരിച്ച് ഇവിടെ വരുന്ന കുറച്ച് വ്യത്യാസങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചിരുന്നു, ഇവിടെ കുറച്ച് സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് 1 പ്രസ്സിൽ നമ്മൾ ഏറ്റവും ട്രിപ്പ് 1 ആയിരിക്കും കാണിക്കുക. ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തെല്ലൊന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂൽ എക്കണോമിയൊക്കെ. എനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മൈലേജിനെ കുറിച്ച് പറയാം. ഞാൻ ഫസ്റ്റ് ദിവസം എടുത്ത വഴിക്കൊരു അറൗണ്ട് 180 കിലോമീറ്റേഴ്സ് ഓടിച്ചു. അന്ന് ഫുൾ മെയിൻ റോഡിൽ തന്നെയാണ് ഓടിച്ചത്. അന്ന് ഞാൻ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കാണിച്ചിരുന്നൊരു 41 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 37 കാണിക്കുന്ന നമ്മുടെ ലോക്കൽ പടയോട്ടങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ, അങ്ങനെ ജസ്റ്റ് നമ്മൾ ക്യാഷ്വലായിട്ട് ഇറങ്ങിപ്പോകുന്ന ദൂരങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടുന്നതാണ്. എപ്പോഴും ടോപ്പ് ഗിയറൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൺഫേം ആണ്, ഒരു ലോങ് ട്രിപ്പൊക്കെ ഞങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 40+ കൺഫേം ആയിട്ടും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഈ വണ്ടി ജസ്റ്റ് 1000 കിലോമീറ്റർ അയച്ചിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ള ഞാൻ ഈ ലോക്കൽ ഓട്ടങ്ങൾക്കുള്ള സാധനമാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഇനി ഞാൻ എൻജിൻ ഒന്ന് ഓണാക്കാം. ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ RPM മീറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, നീലയാണ്. ഇനി ഞാനിതിൻ്റെ ABS മോഡ് മാറ്റി കാണിക്കാം. ഇത്തേലൊന്ന് ഒരു 4 സെക്കൻഡ് ഈ നടുക്കത്തെ ബട്ടണെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് വരും. ഇപ്പോൾ നമുക്കിവിടെ ബൈക്കിൻ്റെ ഡിസ്പ്ലേ കണക്ടിവിറ്റി, അബൌട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ് ബ്ലൂടൂത്ത്. ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മാപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്ഷൻസ് കാണിച്ചു തരും. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ABS മോഡ് മാറ്റി കഴിയുമ്പം നമ്മുടെ ഡിസ്പ്ലേ വരുന്നൊരു മാറ്റം കാണിച്ചു തരാം. അപ്പം പറഞ്ഞ പോലെ തന്നെ അത് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് തന്നെ കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ABS മോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മോഡുകൾ കാണാം: റോഡ്, ട്രയൽ, ഓഫ് റോഡ്. നിങ്ങൾ ട്രയൽ, ഓഫ് റോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ RPM മീറ്ററിൻ്റെ കളർ മാറും. അതുപോലെ തന്നെ ഇവിടെ ഓഫ് റോഡ് സിമ്പിളും മാറി ഈ സാധനം വരും. RPM മീറ്റർ പിന്നെ ഫുൾ മഞ്ഞൾ നല്ല രസമായിരിക്കും. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. ഈ ക്രാഷ് ഗാർഡും അതുപോലെ തന്നെ ഈ 2 ലൈറ്റ്സും ഞാൻ എക്സ്ട്രാ വെച്ചേക്കുന്ന, ബാക്കിയെല്ലാം ഇൻബിൽറ്റ് വന്ന സാധനങ്ങൾ തന്നെ. ഇനി നമ്മുടെ എൻജിനാണ്. എൻജിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കരീഷ്മയുടെ സെയിം എൻജിൻ, 210 cc, അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ അധികം ടോപ്പ് എൻഡ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പുതിയ വണ്ടി അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് അതിലേക്കൊക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു 80 റേഞ്ച് 90 റേഞ്ചിലൊക്കെ കുറേ ഓടിച്ച് നോക്കി. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ആ റേഞ്ചിലേക്കൊക്കെ വണ്ടി പെട്ടെന്ന് കയറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു 5th അല്ല 6th പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു 40 പോലും ഞാൻ 6th ഒരു കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്. നമ്മൾ ശരിക്കും കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ കയറി വന്ന് എടുത്തിട്ട് പോയിക്കോളും. നിങ്ങൾ ഈ വണ്ടിയുടെ നമ്മുടെ ഇരിപ്പ് അത്രത്തോളം കിട്ടുമെന്നറിയില്ല. ഇതാണ് ഇതിൻ്റെ ടാങ്ക് വരിക. നല്ല അടിപൊളിയൊരു ടാങ്കാണ്, പെട്രോൾ ടാങ്ക്. അപ്പം നമുക്ക് നിന്നിട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാവുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ വന്നേക്കുന്നത്. നമ്മുടെ മറ്റൊരു ഫീച്ചറാണ് ഈ ഫുഡ് റെസ്റ്റിനകത്ത് നമുക്ക് ഈ റബ്ബർ ഐറ്റം മാറ്റിയെടുക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ളൊരു ഫുഡ് റെസ്റ്റ് കിട്ടും. ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു അടിപൊളി ഫീച്ചറും കൂടി ഉണ്ട്. നല്ല ഗ്രിപ്പ് ഉണ്ടാവും ഈ സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്കിനി ഇവൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടേക്കാം.
എടുത്തത് തിരുവനന്തപുരത്തിനകത്ത്. അപ്പം ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് കൊച്ചിയിലാണ്. പക്ഷേ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ബുക്കിംഗ് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ടിടത്തും വണ്ടി വരുന്നത് ഒരുപോലെയാണ്. ഞാൻ ജസ്റ്റ് ഒരു വൈബിന് തിരുവനന്തപുരത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു, സാർ ഒറ്റ മാസം മാക്സിമം അതിനകം വണ്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓൾറെഡി കുറച്ച് ബുക്കിംഗ് ഉണ്ട്. അതിൽ ഞാൻ ഈ സിൽവർ കളറായിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പം ഈ ക്രാഷ് ഗാർഡ് എന്നോട് ഭയങ്കര മാച്ചിങ് ആയിട്ട് ഞാൻ 1-2 പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ റീൽസൊക്കെ നോക്കിയപ്പോഴും കൂടുതൽ ആൾക്കാരും എടുത്തിരുന്ന നീല കളറാണ്, ബ്ലൂ കളർ. നമ്മുടെ ടോപ്പ് ഏരിയയിൽ മെയിനായിട്ടുള്ള ഈ 2 കളറ്, ഒന്ന് സിൽവർ, പിന്നെ വരുന്ന ബ്ലൂ. കുറച്ച് കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതും വെച്ച് ആ ക്രാഷ് ഗാർഡും പിടിപ്പിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ കളർ മാറ്റി. അപ്പോൾ ഞാൻ കൊച്ചിയിൽ കളറിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബ്ലൂ ആണ് ഫുൾ വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇത് ബുക്ക് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ പോയി തിരുവനന്തപുരത്ത് പോയി ബുക്ക് ചെയ്തു. അവർക്ക് എനിക്ക് തോന്നുന്നു വണ്ടി അവിടെ സിൽവറിന് ബുക്കിംഗ് കുറവായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഒരു 2-2.5 ആഴ്ച കൊണ്ട് വണ്ടി കിട്ടി. മാക്സിമം 3 ആഴ്ച കൊണ്ട് എടുത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് വണ്ടി കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ പോയി എടുത്തത്. അതിന് നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ കൊച്ചിയിലൊക്കെ ബുക്ക് ചെയ്തിട്ട് കുറേ ഡിലേ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് തിരുവനന്തപുരത്തെ ദിയ മോബിക്സ് എന്ന് പറഞ്ഞൊരു ഷോറൂമിൽ ഞാൻ എടുത്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അധികം ഷോറൂമുകളിലേക്കൊന്നും ഈ വണ്ടി എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എങ്ങനെ ABS സ്വിച്ച് ചെയ്യാം എന്നൊന്ന് നോക്കി വെച്ചിട്ട് പോവുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ചെറിയ മഴയൊക്കെ ഉള്ളപ്പോഴാണ് ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏത് ലെവലിൽ മേത്തേക്ക് ചെളി വരുമെന്നും അറിയാൻ പറ്റും. അത്യാവശ്യം റോഡിലൊന്നും നനഞ്ഞു കിടന്നാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ 2 പേരൊക്കെ ആയിട്ടാണ്, ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരാൾ ഓരോരുത്തർ വെച്ചും പുറകിൽ ആ പില്ലിനെ വെച്ചും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ ഹൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേരെ, നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ.